ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ പുതിയ ഇലക്ട്രിക് വാഹനമാണ്. അധികം സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. പുതിയ ഇലക്ട്രിക് വാഹനം എന്ന് പറഞ്ഞത് പുതിയ ഇലക്ട്രിക് സൈക്കിളാണ്, ഹീറോ ഇലക്ട്രോ Y3. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊരു 3 വർഷത്തോളം എയ്തർ 450X യൂസ് ചെയ്തതാണ്. വാറണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ആ വാഹനം കൊടുത്തിട്ട് വിൻസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു 99% ഓട്ടോ നടക്കുന്നത് വിൻസറിൽ തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫാദറിലൂടെ ഈ ഒരു ആക്റ്റീവയാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പോൾ എൻ്റെ സോളാർ സെറ്റപ്പ്, വണ്ടി ചാർജിങ് എല്ലാം വരുന്നത് വൈഫ് ഹൗസിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 2.5 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ഡെയിലി രാവിലെ ഒരു 2.5 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് പോകണം. അതെല്ലാം ഈ ആക്റ്റീവയിൽ അല്ലെങ്കിൽ വിൻസർ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസർ ഇടാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിലില്ല. അപ്പോൾ എനിക്ക് ഈ 2.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു ഓട്ടം മാത്രമാണ് സത്യം പറഞ്ഞ ഈ ആക്റ്റീവയിലുള്ളത്. അപ്പോൾ ഞാൻ മുമ്പൊരു ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ട്രെഡ്മില്ലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ട്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊരു മുട്ടുവേദന വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫിറ്റ്നസ് ഫ്രീക്ക് ആയിട്ടുള്ള ഒരു പുള്ളി പറഞ്ഞു, മോട്ടറൈസ്ഡ് ട്രെഡ്മിൽ യൂസ് ചെയ്യുന്നത് മുട്ടിന് നല്ലതല്ല, മാനുവലാണ് നല്ലത്. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ സൈക്കിളിനെ കുറിച്ച് ആലോചിച്ചത്, ഇലക്ട്രിക് സൈക്കിൾ എന്നുള്ള രീതി. കാരണം ഞാനൊരു EV കോണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ. എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിക്കുകയും ചെയ്തിരുന്നു ഈ ഇലക്ട്രിക് സൈക്കിളിനെ കുറിച്ചിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ലേ എന്നുള്ളത്. അങ്ങനെയാണ് സൈക്കിളിനെ കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ച് തുടങ്ങിയത്. അങ്ങനെയായിരുന്നു ഏത് ബ്രാൻഡിന്റെ സൈക്കിൾ എടുക്കണം എന്നുള്ളതായിരുന്നു പിന്നീടുള്ളൊരു ചോദ്യം. അപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ ഒരു 30,000 റുപ്പീസിൽ ഒരു ബേസിക് ഇലക്ട്രിക് സൈക്കിൾ, ബട്ട് അത്യാവശ്യം നല്ല വാറണ്ടി കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു റിസർച്ച് ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന 3 ബ്രാൻഡ്സ് ആണ് മോണ്ട്ര, ഹെർക്കുലീസ്, അതുപോലെ തന്നെ ഹീറോ. ഇതിൽ മോണ്ട്രയും ഹെർക്കുലീസും സെയിം കമ്പനിയുടെ കീഴിലുള്ള 2 ബ്രാൻഡുകളാണ്. പിന്നെ ഉള്ളത് ഹീറോ. ഈ 3 ബ്രാൻഡുകൾ മാത്രമാണ് 2 വർഷം ബാറ്ററിക്ക് വാറണ്ടി കൊടുക്കുന്നത്. ബാക്കി ബ്രാൻഡ്സ് എല്ലാം 1 വർഷമൊക്കെ കൊടുക്കുന്നുള്ളൂ. ഞാൻ ആദ്യം ഇവിടെ എറണാകുളത്ത് കോസ്മോസിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഈ മോട്ടറാഡ് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ വാഹനത്തിന് 1 വർഷത്തെ വാറണ്ടി ഉള്ളൂ. ഇലക്ട്രിക് വാഹനത്തിന് വാറണ്ടി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് ഞാൻ വേണ്ട എന്ന് വെച്ചു. പിന്നെ ഞാൻ വാൻ മോട്ടോ നോക്കിയപ്പോൾ ഏകദേശം 35,000 റുപ്പീസ് വരും. പക്ഷെ ഞാൻ OLXലൊക്കെ കയറി സെക്കൻഡ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും കുറേ കസ്റ്റമേഴ്സ് ഒക്കെ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ചെയ്ത് പോരാണ്ട് 18K വാൻ്റെ സൈക്കിൾ ബാറ്ററിക്ക് വിലയുണ്ടെന്ന് കേട്ടു. സൈക്കിളിന്റെ ഹാഫ് ദ പ്രൈസ്. അപ്പൊ പിന്നെ വാനും വേണ്ടാന്ന് വെച്ചു. ഈ 3 ബ്രാൻഡുകൾ കൺസിഡർ ചെയ്യാമെന്ന് കരുതി ഒരു വാങ്ങിക്കാൻ പറ്റിയ ഒരു ഷോപ്പ് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ലാസ്റ്റ് നമ്മുടെ എറണാകുളത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിനടുത്തുള്ള മനോജ് സൈക്കിൾ എംപോറിയോ, അങ്ങനെ എന്താണ് പേര്, മനോജ് സൈക്കിൾസ് എന്നാണ് പേര്, അവിടെ എത്തിപ്പെടുന്നത്. അവിടെ ചെന്നപ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ ബ്രാൻഡ്സിന്റെ ഇലക്ട്രിക് സൈക്കിൾസും അവിടെ ഉണ്ട്. നമുക്ക് ഹീറോ ഉണ്ട്, ഹെർക്കുലീസ് ഉണ്ട്, മോണ്ട്ര ഉണ്ട്. പക്ഷെ മോണ്ട്ര കിട്ടാൻ കുറെ കൂടെ പാടാണ്. അപ്പൊ ഈ 3 ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ബഡ്ജറ്റ് അണ്ടർ 30 നമുക്ക് വരുന്ന സൈക്കിളുകളിൽ കുറച്ച് ഓപ്ഷൻസ് വരുന്നത് ഹീറോയിലാണ്. ഹീറോയുടെ Y3 എന്ന് പറയുന്ന ബേസ് മോഡൽ സൈക്കിളാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ, സ്പെക്സ് കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ജസ്റ്റ് ഹീറോയിലേക്ക് വരാനുള്ളതും ഇത് ധൈര്യത്തോടെ എടുക്കാനുള്ള കാരണങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഞാൻ ആദ്യം മനോജ് സൈക്കിൾസിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകൊണ്ടും സാർ പേടിക്കണ്ട, ബാറ്ററിക്കൊക്കെ കംപ്ലൈൻറ്റ് വന്നാലും ഈ പറയുന്ന പോലെ ഹെർക്കുലീസ്, മോണ്ട്ര, ഹീറോ ഈ ബ്രാൻഡുകളെല്ലാം അത് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3,000-4,000 രൂപയ്ക്ക് വരുള്ളൂ. ബാറ്ററിക്കാണെങ്കിൽ തന്നെ ഒരു 8,000-8,000 രൂപയൊക്കെ വരാറുള്ളൂ എന്നുള്ളൊരു ഇൻഫർമേഷനൊക്കെ എനിക്ക് കിട്ടി. ഇതുമല്ല, ഞാൻ കുറേ നാൾ മുമ്പ് മറ്റേ കായംകുളത്ത് പോയിട്ടൊരു ബാറ്ററി മാനുഫാക്ചറിങ്ങിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എനിക്കൊരു കോണ്ടാക്ട് ഉണ്ട്, ഡാഫിൻ എന്ന് പറഞ്ഞിട്ട്. അവർ ഈ LFP NMC ബാറ്ററീസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഡാഫിനോട് ചോദിച്ചു, ഇതുപോലെ ഒരു സൈക്കിൾ എടുക്കാൻ പ്ലാൻ ഉണ്ട്, ഏത് ബ്രാൻഡ് എടുക്കണം എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ കാര്യം സൈക്കിളിന്റെ ആ ഫ്രെയിമിനകത്ത് ബാറ്ററി വരുന്നത് ഒരിക്കലും എടുക്കാൻ നിൽക്കരുത്. ഡിറ്റാച്ചബിൾ ബാറ്ററി പാക്കുള്ള എടുക്കുക. രണ്ടാമത്തെ 6AH ബാറ്ററി വരുന്നത് എടുക്കരുത്. ഹീറ്റിംഗ് ഇഷ്യൂവും ബാറ്ററി കംപ്ലൈന്റുകളൊക്കെ വരും. അറ്റ്ലീസ്റ്റ് ഒരു 8AH എങ്കിലും ഉള്ളത് നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഡാഫിൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് ബാറ്ററി കംപ്ലൈന്റ് വന്നാലും ഇത് നന്നാക്കുക ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അധികം ധൈര്യമായിട്ട് എടുത്തു, എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്കത് നന്നാക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ യൂസ് കേസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇവിടെ വരെ ഒന്ന് വരണം, ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകണം. അപ്പൊ അതിനൊരു സാധാ സൈക്കിൾ പോരെ എന്ന് പലരും ചോദിക്കും. അപ്പോൾ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു ഫിറ്റ്നസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ മേ ബി നമ്മൾ ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ഒക്കെ ചില കേസുകളിൽ നമ്മൾ ചവിട്ടും. അപ്പോൾ ഇലക്ട്രിക് ആണെങ്കിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ ഈ പറയുന്ന പോലെ ചവിട്ടിയൊക്കെ തളർന്നു കഴിഞ്ഞാൽ നമുക്കിത് ത്രോട്ടിൽ മോഡിൽ ഓടിക്കാം. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പോലെ നമുക്ക് ഓടിക്കാം. അതാണ് ഞാൻ പറഞ്ഞ ഒരു യൂസ് കേസ്.
നമ്മൾക്ക് സപ്പോസ് എവിടെയെങ്കിലും കുറച്ച് ദൂരം പോകണം, ഫുൾ ടൈം നമ്മൾ ചവിട്ടി തളരണ്ട, അതിന് പകരം നമുക്ക് ത്രോട്ടിൽ മോഡിലോ പെഡൽ അസിസ്റ്റ് മോഡിലോ ഓടിക്കാം. ഇതാണ് എൻ്റെ യൂസ് കേസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോ ഇലക്ട്രോ Y3. ഹീറോയുടെ ബേസ് മോഡലായിട്ടുള്ള സൈക്കിളാണ്. 26,900 ഞാനിത് വാങ്ങിച്ചത്. ഗിയർ ഇല്ല, സിംഗിൾ സ്പീഡാണ്. അതുപോലെ തന്നെ പെഡൽ അസിസ്റ്റ് ഒറ്റൊരു മോഡേ ഡീഫോൾട്ട് മോഡ് വരുന്നുള്ളൂ. ഒരു 10, 30, 35 കിലോമീറ്റർ നമുക്ക് ഇതിൽ ഓടാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ഗിയറിന്റെ ആവശ്യമില്ല. നമ്മൾ ഗിയർ സൈക്കിൾസ് പൊതുവെ പറയുന്ന പോലെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മൾ ഗിയേഴ്സ് മാറും. കയറ്റം കയറാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഗിയേഴ്സ് മാറിക്കഴിഞ്ഞാൽ ഈസിലി കയറി പോകാനൊക്കെ സാധിക്കും. ഇലക്ട്രിക് സൈക്കിൾ ആകുമ്പോൾ നമുക്ക് 3 രീതിയിൽ ഓടിക്കാം. ഒന്ന്, നമുക്ക് സാധാരണ സൈക്കിൾ പോലെ ചവിട്ടാം മാനുവലി. 2, നമുക്ക് പെഡൽ അസിസ്റ്റിൽ ചവിട്ടാം. അതായത് നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മുടെ ഇഗ്നിഷൻ ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർ നമുക്ക് കുറച്ച് ഒരു ഫോഴ്സ്, ഒരു പവർ നമുക്ക് തരും. അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചവിട്ടേണ്ട ഒരു ഗിയർ സൈക്കിൾ പോലെ നമുക്ക് ചവിട്ടാൻ സാധിക്കും. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പോലെ നമുക്ക് ഈ ത്രോട്ടിൽ മാത്രമായിട്ട് ഓടിക്കാൻ സാധിക്കും. ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ സൈക്കിൾ ഓട്ടോമാറ്റിക്കലി ഓടിക്കോളും. അപ്പോൾ ഏകദേശം ഒരു 30-35 കിലോമീറ്റർ ഒക്കെയാണ് ഇവർ പറയുന്നത്. പ്യുവർലി ത്രോട്ടിൽ മോഡ് ആണെങ്കിൽ ഒരു 25 കിലോമീറ്ററും പെഡൽ അസിസ്റ്റ് ആണെങ്കിൽ ഒരു 30-35 കിലോമീറ്റർ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഈ പറയുന്ന പോലെ ഞാൻ ഫുൾ ത്രോട്ടിൽ മോഡിൽ ഓടിക്കാറില്ല, ഞാൻ ചവിട്ടാറാണ് പതിവ്. പെഡൽ അസിസ്റ്റിൽ ഇട്ടിട്ടാണ് ഞാൻ ചവിട്ടി പോവാറ് ഒരുവിധം എല്ലായിടത്തും. അങ്ങനെ ഓടിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞതൊരു 35-40 കിലോമീറ്റേഴ്സ് ഒക്കെ എനിക്ക് ഇനീഷ്യൽ ഫേസിൽ കിട്ടുന്നുണ്ട് പെഡൽ അസിസ്റ്റിൽ ഈ സൈക്കിളിൽ. ഇനി ഇതിന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടെയാണ് ഇതിന്റെ ബാറ്ററി വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രെയിമിൽ അകത്ത്, ഈ ഫ്രെയിമിനകത്ത് ബാറ്ററി വരുന്നതിന് പകരം പുറത്ത് ഡിറ്റാച്ചബിൾ ബാറ്ററി എടുക്കാൻ ശ്രമിക്കുക എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ വരുന്ന സൈക്കിൾസ് എല്ലാം ഒരുവിധം ഡിറ്റാച്ചബിൾ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇത് ഊരി എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതൊരു 7.8 ലിഥിയം ഫെറോഫോസ്ഫേറ്റ് അല്ലെങ്കിൽ LFP ബാറ്ററിയാണ്. 2 വർഷത്തെ വാറന്റിയാണ് അവർ പറയുന്നത്. അത്യാവശ്യം കുറെ നാൾ പോയിക്കോളും എന്നാണ് പറയുന്നത്. സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഞാൻ ജസ്റ്റ് ഈ സൈക്കിളിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോ ഇലക്ട്രോ Y3. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സൈക്കിൾ കാണാൻ. അതിന്റെ ഷേപ്പ് ആണെങ്കിലും ഇതിന്റെ ഈ ഗ്രാഫിക്സ് ഡിസൈൻ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് സത്യം പറഞ്ഞാൽ ഈ സൈക്കിൾ കാണാനായിട്ട്. ഞാൻ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഡീഫോൾട്ടായിട്ട് വരുന്ന ഹാൻഡിൽ ഗ്രിപ്പാണ്. നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ ലൈറ്റ്, ഹോണ് കാര്യങ്ങൾ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. ഈ മിററെല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇൻഡിക്കേറ്റർ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്, മൊബൈൽ ഹോൾഡർ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. ഇവിടെ ഒരു റിഫ്ലക്ടർ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും മിറർ കാര്യങ്ങൾ, ഇതൊരു LED ഡിസ്പ്ലേ ആണ്. ഈ LED ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിന്റെ ബാറ്ററി പെർസെൻറ്റേജ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ത്രോട്ടിൽ വരുന്നത് കണ്ടോ. ഇതാണ് ത്രോട്ടിൽ. ഇവിടെയാണ് നമ്മൾ കീ ഇടുന്ന നമ്മുടെ ഇഗ്നിഷൻ ഇവിടെ ആയിട്ടാണ് വരാം. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റാൽസന്റെ അത്യാവശ്യം വലിയ ടയേഴ്സ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റും അതിൽ ബാക്കിലായിട്ട് തന്നെ ഇതിന്റെ ഹോണും കാര്യങ്ങളും വരുന്നുണ്ട്. മഡ് ഗാർഡ് എല്ലാം അവർ തന്നെ നമുക്ക് ആ ഒരു കോസ്റ്റിൽ വെച്ച് തന്നാണ്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ആണ് വരുന്നത്. ഹൈഡ്രോളിക് അല്ല, മെക്കാനിക്കൽ ഡിസ്ക് ആണ്. ഷോക്ക് അബ്സോർബേഴ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാറ്ററി ഇവിടെ ഡിറ്റാച്ചബിൾ ആയിട്ട് ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ ബാറ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു ചാർജർ കാര്യങ്ങൾ കിട്ടും. ഇത് ഫ്രെയിമിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ കേബിളുകളും നമുക്കിവിടെ കാണാം. ത്രോട്ടിൽ, ബ്രേക്കിംഗ് എല്ലാത്തിനുള്ള കേബിളുകൾ അവിടെ വരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ സീറ്റ്. ബാക്കിൽ ഞാൻ വീണ്ടും ഒരു ഇൻഡിക്കേറ്റർ പ്ലസ് ടെയിൽ ലാമ്പ് ഉള്ള ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. മഡ് ഗാർഡ് അവർ ഇതിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്താണ്. താഴേക്ക് വരുമ്പോൾ ഇതാണ് ഇതിന്റെ പെഡൽ. ഇതാണ് വരുന്നത് ഇതിന്റെ മോട്ടർ. HYM എന്നാണ് ഈ ബ്രാൻഡിനെ അവർ പറയുന്നത്. അതായത് ഹീറോയും യമഹയും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു മോട്ടറാണ്. 250 വാട്ടാണ് പവർ വരുന്നത്. 25 kmph വരെ സ്പീഡ് നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ. നല്ല ഭംഗിയാണ് സൈക്കിൾ കാണാൻ. ഇതിന്റെ ഗ്രാഫിക്സ് ആണെങ്കിലും ഇതിന്റെ ആ ഷേപ്പ് ഒക്കെ ആണെങ്കിലും സംഭവം അടിപൊളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം ഒരു 25-30-35 കിലോമീറ്റർ ആണ് നമുക്ക് ഇതിൽ പെഡൽ അസിസ്റ്റ് അല്ലെങ്കിൽ ത്രോട്ടിൽ മോഡുകളൊക്കെ ചേർത്തിട്ട് കിട്ടുക. കാലക്രമേണ അതിൽ കുറവ് വരും. ഓഫ് കോഴ്സ് ഇത് ബാറ്ററിയാണ്, ബട്ട് സ്റ്റിൽ LFP ആയതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഡീഗ്രഡേഷൻ വരില്ല. 25 km/h ആണ് ഇതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് സൈക്കിൾസ് ആയാലും ഇലക്ട്രിക് 2 വീലേഴ്സ് എടുത്താലും ലൈസൻസ് വേണ്ടാത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇതാണ് പറയുന്നത്. 25 km സ്പീഡും 250 വാട്ട് പവറും ആ ഒരു മോട്ടറാണ് നമുക്ക് ഇതിൽ വരുന്നത്.
അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു 23 ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ നമുക്കൊരു റിയൽ ടൈം ഒരു 23 km/h സ്പീഡൊക്കെ കാണിക്കുന്നുണ്ട്, ഫുള്ളി ത്രോട്ടിൽ മോഡിലാണെങ്കിൽ. അതല്ല അതിൻ്റെ കൂടെ നമ്മളൊരു പെഡൽ അസിസ്റ്റിലിട്ടാണ് ചവിട്ടുന്നതെങ്കിൽ ഒരു 29-30 വരെയൊക്കെ പലപ്പോഴും കയറും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനൊക്കെ അനുസരിച്ച്. സുഖമാണ് ഓടിക്കാനൊക്കെ കാര്യങ്ങൾ. നമ്മൾ പെഡൽ അസിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഇതിനേക്കാളും മേലെയുള്ള സൈക്കിൾസ്, ഇതിലും ബെറ്റർ ആയിട്ടുള്ള സൈക്കിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ പറയുന്ന പോലെ പെഡൽ അസിസ്റ്റിൽ തന്നെ പല സെറ്റിങ്സ് ഉണ്ടാവും. പെഡൽ അസിസ്റ്റ് കുറവും പെഡൽ അസിസ്റ്റ് കൂടുതൽ ഇടാനൊക്കെ ഉള്ള സെറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫോഴ്സ് കാര്യങ്ങൾ നമുക്ക് മോട്ടറിൽ നിന്ന് കിട്ടുമ്പോൾ അത്രത്തോളം എളുപ്പമായിട്ട് നമുക്ക് ആ സൈക്കിള് ചവിട്ടി പോകാൻ സാധിക്കും. ഒരു സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാനില്ല. പിന്നെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് മെക്കാനിക്കലാണ്, ഹൈഡ്രോളിക് അല്ല. സോ ഈ 25-30 സ്പീഡിലൊക്കെ പോയിട്ട് പെട്ടെന്ന് പിടിച്ചാൽ എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് കാര്യങ്ങൾ ഫീൽ ചെയ്യാറില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഒരു ബേസിക് ആവശ്യങ്ങൾ കാര്യങ്ങൾ എല്ലാം നടക്കും. ഇനി വാറണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ ബാറ്ററിക്ക് ഏകദേശം 2 വർഷത്തെ വാറണ്ടിയാണ് അവർ പറയുന്നത്. മോട്ടറിൻ്റെ 1 വർഷമാണെന്ന് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ. ബട്ട് സ്റ്റിൽ ഇലക്ട്രോണിക് കോമ്പോണൻസ് ബാക്കി എല്ലാത്തിനും 6 മാസം വരെ വാറണ്ടി വരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഈ പറയുന്ന പോലെ സോളിഡ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് നാളെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതെല്ലാം സെറ്റാക്കി തരാം, എന്തുണ്ടെങ്കിലും വന്നാൽ മതി എന്ന് മനോജ് സൈക്കിൾസിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഒരു ഇലക്ട്രിക് കാറ് സ്കൂട്ടറൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ അധികമൊന്നും പറയാനൊന്നുമില്ല. പിന്നെ കാരിയർ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ ഇരുത്താനാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ സീറ്റ് കാര്യങ്ങൾ വാങ്ങിച്ച് ഇവിടെ ഫിറ്റ് ചെയ്യണം. സോ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് നമ്മുടെ റേഞ്ച് കാര്യങ്ങളിലൊക്കെ ഡ്രോപ്പ് വരും. ഒരു 150 കിലോഗ്രാം ഒക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ കയറ്റാൻ പറ്റുമെങ്കിൽ അവരൊരു 100ഒക്കെയാണ് പറയുന്നത്. ഞാനൊരു 75 കിലോ ഒക്കെയാണ് ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. ഇതൊരു സൈക്കിളാണല്ലോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇഗ്നിഷൻ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. അതായത് നമുക്ക് 3 കീ, ഒരെണ്ണം ഇതിൻ്റെ വയർ ലോക്കാണ്, ഒരെണ്ണം നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ ഇഗ്നിഷൻ ഓൺ ആക്കാനുള്ളതാണ്, ഒരെണ്ണം വരുന്നത് നമ്മുടെ ബാറ്ററി ഡിറ്റാച്ച് ചെയ്യാനുള്ള. ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ കീ വരുന്നത്. നമ്മൾ ഈ കീ ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ 7.8 AH വരുന്ന ബാറ്ററി പാക്ക് കാര്യങ്ങൾ കണ്ടോ. നോമിനൽ വോൾട്ടേജ് 36.5 വോൾട്ട്, റേറ്റഡ് കപ്പാസിറ്റി 7.8 AH, റീചാർജബിൾ ലിഥിയം അയോൺ ബാറ്ററി, മെയ്ഡ് ഇൻ ഇന്ത്യ. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈസിലി നമുക്കിത് ഡിറ്റാച്ച് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കിത് അറ്റാച്ച് ചെയ്യാനും സാധിക്കും. നമ്മൾ ജസ്റ്റ് ഇത് കറക്റ്റ് ആ ഗ്രൂവിലിടാം, ഇതിങ്ങനെ വെക്കാം, തിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് വേറെ ആർക്കും ഊരി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ സൈക്കിളെ പാടി പൊക്കി എടുത്തുകൊണ്ട് പോകാന്നുള്ളതേ ഉള്ളൂ. കാരണം വലിയ വെയിറ്റ് കാര്യങ്ങൾ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് ടൈം എന്ന് പറയുന്നത് അവർ പറയുന്ന 3.5 മണിക്കൂറാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചാർജർ വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഊരി ഡിറ്റാച്ച് ചെയ്ത് വെച്ചിട്ടോ അതല്ല സൈക്കിളിൽ തന്നെ നമുക്ക് കുത്തി വെച്ചോ ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക കാര്യം അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വലിയ വെള്ളക്കെട്ടിലൂടെ ഓടിക്കരുത്, ഈ മോട്ടർ മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളക്കെട്ടിലൂടെ ഓടിക്കരുത് എന്നുള്ളത് ഒരു കാര്യം. 2, ഇടിവെട്ടൊക്കെ ഉള്ളപ്പോൾ ഓവർനൈറ്റ് ചാർജ് ചെയ്യാനിടരുത്. നിങ്ങൾ ഉണർന്നിരിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ ഒരു 3-3.5 മണിക്കൂർ ചാർജ് ചെയ്യാനിടാം. പിന്നെ ഫുള്ളി ചാർജ് ചെയ്ത് തീർത്ത് വെച്ചോണ്ടിരിക്കരുത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. പുതിയൊരു ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിച്ചു, അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഞാൻ ഈ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഇഗ്നിഷൻ വരാം. നമുക്ക് ഈ ഒരു കീ ഉണ്ട്, ഈ കീ നമ്മൾ ഇവിടെ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഒരു 3 LEDs നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണാൻ, എംടിയും ഫുള്ളും. ഇത്രയാണ് ഇതിനകത്തുള്ളൂ. ഇതിൻ്റെ കൂടിയ മോഡലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു LED ഡിസ്പ്ലേ, അതിൽ ഓഡോമീറ്റർ കാര്യങ്ങൾ, സ്പീഡൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബാറ്ററിയിലും നമുക്ക് ഇതിൻ്റെ പെർസെൻറ്റേജ് അല്ല, എത്ര കട്ട ചാർജ് ഉണ്ടെന്നുള്ളത് ഏകദേശം അറിയാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ നമുക്ക് ഏകദേശം ഒരു LED ഇൻഡിക്കേഷൻ കിട്ടും. ബാറ്ററി ഓൺ ആക്കി ഇടാനും ഓഫ് ആക്കി ഇടാനൊക്കെ ബട്ടണൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോണ് കാര്യങ്ങളാണ്. ഹോണുണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഇതവിടെ ഉണ്ടോ, ലൈറ്റും നമുക്കുണ്ട്. നൈറ്റിൽ അത്യാവശ്യം വളരെ നല്ല വിസിബിൾ ആണ്. എല്ലാ സൈക്കിളുകളിലും നിർബന്ധമായി വെക്കേണ്ട ഒരു കാര്യമാണ് ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ടെയിൽ ലാമ്പും. നല്ല ത്രോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ വെച്ചിരിക്കുന്ന ഒരു ടെയിൽ ലാമ്പ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതല്ല, എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ആമസോണിൽ നിന്ന് ഏകദേശം 600 രൂപ വാങ്ങിച്ചാണ്. ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ്, ഇവിടെ നമുക്കൊരു സ്വിച്ച് ഉണ്ട്, അത് പ്രസ് ചെയ്യണതിനനുസരിച്ച് നമുക്കിവിടെ ആ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്കിങ് ആയിട്ടോ അല്ലെങ്കിൽ ഹസാർഡ് ലാമ്പായിട്ടോ
ഇനി ഇൻഡിക്കേറ്റർ ആണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാ സൈക്കിളുകളിലും വേണ്ടതാണ്. പല ആളുകളും സൈക്കിള് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് രാത്രിയൊക്കെ ഇരുട്ടത്ത് ഇതൊന്നും ഇല്ലാതെയാണ് ചവിട്ടി പോകുന്നത്. പിന്നെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ മോട്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടോ മോട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈക്കിള് ചരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ത്രോട്ടിൽ ഞാൻ കൊടുക്കുമ്പോഴത്തേക്കും നോക്കിക്കോളാം. കണ്ടോ, ഇതാണ് നമ്മുടെ മാക്സിമം സ്പീഡ് വരുന്നത്, 25 km/h. അത്യാവശ്യം നല്ലൊരു സ്പീഡ് കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ ആ മോട്ടർ കറങ്ങുന്നത് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എനിക്കറിയാം ഒരു തട്ടിക്കൂട്ട് റിവ്യൂ ആണ്, കാരണം സൈക്കിളാണ്, നമുക്ക് അധികം കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ നിങ്ങളുടെ യൂസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ മക്കളുണ്ട്, അവർക്ക് ഒന്ന് സ്കൂൾ വരെ സൈക്കിള് ചവിട്ടി പോകണം. ഇത് തന്നെ വേണമെന്നില്ല, ഗിയർ സൈക്കിളായാലും കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ അത്യാവശ്യം ഒന്ന് ചവിട്ടി തളർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രിക് സൈക്കിൾ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഈസ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റെസ്റ്റിലിരുന്നുകൊണ്ട് നമുക്ക് ഓടിച്ചു പോവാം, ഒരു സ്കൂട്ടർ പോലെ തന്നെ. ഓഫ് കോഴ്സ് സ്കൂട്ടർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് യൂട്ടിലിറ്റി കാര്യങ്ങൾ ഉണ്ടാവും. ബട്ട് സ്കൂട്ടർ ഒരു 50, 55, 60 രൂപ, 65 രൂപയൊക്കെ വരുമ്പോൾ ഇത് നമുക്കൊരു അതിൻ്റെ പാതി വിലയേ വരുന്നുള്ളൂ, 27,000 രൂപ. ഗിയർ വേണോ എന്ന് ചോദിച്ചാൽ ഗിയറിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. ചാർജ് ഉള്ളിടത്തോളം കാലം നമുക്ക് പെഡൽ അസിസ്റ്റ് കിട്ടുമ്പോൾ ഗിയറിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇതിൻ്റെ അടുത്തൊരു മോഡലുണ്ട് Y3+, അതിൽ നമുക്ക് ഗിയർ വരും. ആകെ 2,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ. പിന്നെ ഗിയർ ആകുമ്പോൾ നമ്മളത് പ്രോപ്പർലി യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരും. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 25 km/h സ്പീഡ് നമുക്ക് കിട്ടും. 250 വാട്ട് പവറുള്ള യമഹയും ഹീറോയും കൂടെ ഡെവലപ്പ് ചെയ്ത മോട്ടറാണ് വരുന്നത്. ഒരു 25 to 30, 35 കിലോമീറ്റർ റേഞ്ച് കിട്ടും. പ്രിറ്റി ഡീസൻറ്റ്. 2 കൊല്ലത്തെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ട്, സ്കൂളിലൊക്കെ പോകുന്നവരാണ്, അതല്ല നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ഒരു ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ കുറച്ച് സൈക്കിളൊക്കെ എടുത്തൊന്ന് ചവിട്ടണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇലക്ട്രിക് സൈക്കിൾ എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഇതിന് മുമ്പ് എനിക്ക് ഫയർഫോക്സിൻ്റെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വലിയ ആവേശത്തിൽ ഒരു സൈഡിലോട്ടൊക്കെ 10 കിലോമീറ്റർ എടുത്ത് കണ്ടെയ്നർ റോഡിലൊക്കെ ചവിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് ചവിട്ടിയപ്പോൾ വലിയ ആവേശമായിരുന്നു, പക്ഷെ തിരിച്ച് ചവിട്ടുമ്പോൾ ഓൾറെഡി ഞാൻ തളർന്നൊരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു യൂസ് കേസ് ആലോചിക്കുമ്പോൾ ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അന്നേ ഇലക്ട്രിക് ആയിരുന്നെങ്കിൽ തിരിച്ച് പോയ ആവേശത്തിൽ ത്രോട്ടിൽ മോഡിൽ വരാമെന്നുള്ളത്. അത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ഇതുവരെ 1 മാസത്തോളമായി നമ്മൾ യൂസ് ചെയ്യുന്നു. എങ്ങനെ വന്നാലും ഒരു 10-70 കിലോമീറ്ററിന് മേലെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതുവരെ വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ ബ്രേക്കിങ്ങിൽ ഞാൻ അത്ര ഹാപ്പി അല്ല. പിന്നെ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സൗണ്ടുകൾ, മഡ് ഗാർഡ് ഉരയുന്നതിൻ്റെ സൗണ്ട്, ബ്രേക്ക് പാഡിൽ നിന്ന് ചെറിയ സൗണ്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. 45 ദിവസത്തിൽ ഒരു സർവീസാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ ഒറ്റൊരു സർവീസേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിത് എടുത്തത് മനോജ് സൈക്കിൾസിൽ നിന്നാണ്, നമ്മുടെ എറണാകുളത്തെ ഷിപ്പ് യാർഡിനടുത്തുള്ളത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് സൈക്കിൾ വാങ്ങണം, ആർക്കും ആവട്ടെ, നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ആർക്കും വേണമെങ്കിലും ആവട്ടെ, വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പറ്റുന്ന സൈക്കിൾ ഏതാണ് എന്നുള്ളത്.